സന്തോഷ് പുതുക്കുന്ന് ഡയറക്റ്റ് ചെയ്ത കുണ്ടലപുരാണം എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ നാട്ടുകാരനാണ് ഇന്ദ്രൻസ്. ഞങ്ങളുടെ സെയിം റൂട്ടിലാണ് ഇന്ദ്രൻസിൻ്റെ കടയൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ് ഇന്ദ്രൻസ്. അപ്പോൾ ഇന്ദ്രൻസിൻ്റെ ഈ സിനിമ വരുമ്പം ഇതിൻ്റെ ട്രെയിലറിൻ്റെ റിയാക്ഷൻ എടുക്കണമെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നു. ഇതിനു മുമ്പ് കുറച്ച് നാളിന് മുമ്പ് ഇതിൻ്റെ പോസ്റ്ററൊക്കെ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുള്ളത്. 1, 2 ദിവസമായി ഇറങ്ങിയിട്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തിരക്ക് കൊണ്ടിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ ആ ട്രെയിലർ എടുത്തത്. അപ്പോൾ സാധാരണക്കാർക്കായ എല്ലാ ആൾക്കാർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ് കൂടുതലും ഇന്ദ്രൻസ് ചേട്ടൻ അഭിനയിച്ചിരിക്കുന്ന മിക്ക പടങ്ങളും. അത് നമുക്ക് എല്ലാവർക്കും അങ്ങ് പൊതുവെ ഇഷ്ടപ്പെടും ആ സിനിമ കാണുമ്പോൾ. അതുപോലൊരു സിനിമയാണ് ഈ കുണ്ടലപുരാണം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സിനിമ. അപ്പോൾ നമുക്കതിൻ്റെ ട്രെയിലറിൻ്റെ റിവ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. എന്റെ ചിന്നു വെള്ളം കോരി നല്ല പാങ്ങ. നിങ്ങളൊരു പഞ്ചാര വർത്താനം കൊണ്ട് വേണോട്ടാ, നമുക്ക് ഈ കിണറ്റിലേക്ക് ഒരു മോട്ടോർ വെച്ചാലോ? എന്നിട്ട് വേണം കറണ്ട് ബില്ല് എന്റെ തലയിലാവും. നമുക്ക് കുണ്ടുമാന്തലും പഞ്ചായത്ത് പോലും വരലും ഇതേ പണിയില്ലൂ. നിങ്ങളെ പണിയെല്ലാം ചോറിനപ്പാ. മറ്റേ തൊഴിലുറപ്പില് കുറെ ആൾക്കാരെയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴുണ്ട് നാട്ടിലൊക്കെ തൊഴിലുറപ്പുകൾക്ക് ഒത്തിരി സ്ത്രീകളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമയാണ് തോന്നുന്നത്. സാധാരണക്കാരുടെ ആൾക്കാരുടെ ഒരു ജീവിത കഥയൊക്കെയാണെന്ന് തോന്നുന്നു. മോക്കിന് കമ്മലിടാലാ? മുടിയുണ്ടല്ലോ കൊച്ചിന്. ഞാനേ ചിന്നുവിനൊരു പാട്ട് പാടി തരട്ടെ? ഭയങ്കര സാറ് പായചക്കരും കൈക്കൊക്കരും. ആരോ കിണറ്റിലോട്ട് ആരോ കിണറ്റിൽ വേണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന് ഫയർഫോഴ്സ് ഒന്നും കാണുന്നില്ല. ഫയർഫോഴ്സാ ഈ കാട്ടുമൂലക്ക. നിങ്ങൾ ആരെയും കൊണ്ട് വിളിച്ചിനി? നിങ്ങൾ വർത്താനൊക്കെ പിടിക്കുന്നില്ലേട്ടാ? ആരോ അത് കാര്യമെല്ലാം കുറച്ച് ഇടങ്ങേറിലാണ് കാണുന്നത്. ഇന്നലത്തെ കാര്യം സ്റ്റേഷനിൽ അറിഞ്ഞിട്ടുണ്ട്. ഓരോട്ടാ ആരവന്റെ കേസാക്കിയതാ തോന്നുന്നു. ആരാ വേണു വരാ? ഞാൻ കണ്ടതാണോ അവനെ? എന്നെ കാളൊന്നും മാറിയിട്ടില്ല. വേണുവേട്ടന് തലപ്രാന്തായാല് കാട്ടിക്കൂട്ടുന്നല്ല നിങ്ങൾക്ക് അറിയുന്നില്ല ഏട്ടി. രക്ഷപ്പെടാൻ പറ്റില്ലടാ. ഏതോ നാട്ടിൽ നിന്ന് അയാളെ നിങ്ങൾക്കെല്ലാം വിശ്വാസം. ഈ തലീന്ന് ചീത്ത ഒരു സമാധാനം പറയാൻ പറ്റുമോ? തെളിവുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുപോവാ. നമുക്ക് അവനെ പൂട്ടാം. എന്റെ കൊണ്ടുകൊഴിയപ്പ ഞാൻ ഇത് എങ്ങനെയെങ്കിലും കിട്ടിയെങ്കിൽ മൊത്തം എത്തിക്കാം. ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും ഈ സിനിമ പോയി കാണാനായിട്ട്. പ്രത്യേകിച്ച് ഇന്ദ്രൻസ് ചേട്ടൻ്റെ സിനിമ ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല. സാധാരണക്കാരായ എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടും ഇന്ദ്രൻസ് ചേട്ടൻ്റെ സിനിമ. അതേപോലെ കുണ്ടലം പുരാണം എന്ന് പറഞ്ഞ ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ഈ റൂറൽ ഏരിയയിലുള്ള കുറച്ച് സാധാരണക്കാരുടെ ആൾക്കാരുടെ ജീവിതകഥയുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള ഒരു കഥയാണിതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ പോയി കാണുക. ഈ സിനിമയ്ക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.